ഇന്ന് വിനായക ചതുർത്ഥിയായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മോത്തിച്ചൂർ ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ്. ഏകദേശം ഒരു 1.5-2 കപ്പോളം കടലപ്പൊടി എടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. പിന്നെ കളറിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. ചിലവരിൻ്റെ അകത്ത് സോഡാപ്പൊടി ചേർക്കാറുണ്ട്. ഞാൻ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊരു ബാറ്റർ നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ദീപാവലിക്കും ഈ ലഡുവിൻ്റെയും പേടയുടെയൊക്കെ കുറേ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ മോദകമായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇന്ന് ലഡു ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കടലപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് അതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതങ്ങോട്ടൊന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എണ്ണയ്ക്കകത്ത് ഇനി വറുത്ത് കോരാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഇനി പ്രത്യേക ഷേപ്പൊന്നുമില്ല. നമ്മൾ സ്പൂൺ വെച്ചിട്ട് കോരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിങ്ങനെ ഓരോരോ സ്പൂൺ വെച്ച് കോരി ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അത് പിന്നെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല. നല്ല തിക്കാകാൻ പാടില്ല. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ അത് ഒരുപാട് കട്ടിക്കായി പോകും നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക. അപ്പോൾ ആ മാവിൻ്റെ അകത്തുള്ള എല്ലാം നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക. അപ്പോൾ അത് ഷേപ്പൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യുന്ന മിക്സിയുടെ ജാറിലിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ലഡുവിൻ്റെ ബൂന്തികളായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ദീപാവലിക്ക് ഉണ്ടാക്കിയിരുന്നത് പക്ഷേ നമ്മൾ ബൂന്തി ലഡു ആയിരുന്നു കേട്ടോ. ഇത് മോത്തിച്ചൂർ ലഡു ആണ്. ഇത് നമ്മളൊന്ന് ക്രഷ് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് വലുതായിട്ടുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഏതളവിലാണോ നമ്മൾ കടലപ്പൊടി എടുത്തിരിക്കുന്നത് വെച്ചാൽ അതേ അളവിൽ തന്നെ പഞ്ചസാര എടുത്തിട്ട് അതിന് നിരപ്പായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ സിറപ്പാക്കുക. ഒരു നൂൽ പരുവൊന്നും ആകരുത്. അതിന് മുൻപായിട്ടുള്ള സ്റ്റേജ്, അതായത് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരരുത്. അതിന് മുൻപായിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മോത്തിച്ചൂർ ലഡു ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ കടലപ്പൊടിയെല്ലാം കണ്ടില്ലേ, നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ്, അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ചതച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലായപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് കളർ, ഒരു യെല്ലോ ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് നമ്മൾ നമ്മളുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലയുടെ സംഭവങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും സ്റ്റൗവിലിട്ട് നമ്മളതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇപ്പോഴെങ്ങും കൈയിട്ടൊന്ന് ബോളാക്കി എടുക്കാൻ പറ്റില്ല. നന്നായിട്ട് തണുക്കരുത്, എന്നാൽ ചെറിയ ചൂടോടുകൂടി നമുക്കിത് ചെറിയ ബോളുകളാക്കണം. ഇനി ഇത് സ്റ്റൗ വെച്ച് വീണ്ടും നമ്മളൊന്ന് അതിലെല്ലാം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോഴത്തേക്ക് അതിലെല്ലാം നല്ല രീതിയിൽ ആ സിറപ്പെല്ലാം നല്ല അബ്സോർവ് ചെയ്തിട്ട് നല്ല ഒരു ഇതായിട്ട് കിട്ടും, പൊങ്ങി വരും നന്നായിട്ട്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ചൂട് മാറുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം കേട്ടോ. ലഡുവിൻ്റെ ബോളുകളാക്കി എടുക്കാം. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി പുറത്ത് പോയി ആരും ലഡു ഒന്നും കഴിക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ട്. കടലപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. നമുക്ക് നല്ല അടിപൊളി ലഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ചൂടാണ്, കൈ നന്നായിട്ട് പൊള്ളും. ഒന്നുമില്ല, നമ്മുടെ പഞ്ചസാര പാനിയിലല്ലേ ഈ സംഭവം കിടക്കുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ചെറിയ തണുപ്പായി കഴിയുമ്പോൾ നമുക്ക് ഓരോരോ ബോൾ എടുത്തിട്ട് ഓരോരോ ഇത് എടുത്ത് ബോളാക്കി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ലഡുവിൻ്റെ കൈയൊക്കെ നല്ലതായിട്ട് പൊള്ളും കേട്ടോ. ഒരുപാട് ചൂടോടുകൂടി എടുത്തോട്ട് കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊന്നും ഗണേശ ചതുർത്ഥിയൊന്നും അത്ര വലിയ സെലിബ്രേഷനൊന്നും ഇല്ല. പിന്നെ ഇവരിൻ്റെ അകത്ത് പംകിൻ സീഡൊക്കെയാണ് ഇടുന്നത് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കിസ്മിസൊക്കെ ആയതുകൊണ്ടിട്ട് ഞാൻ അതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഇടുന്ന പോലെ വൈറ്റ് കളറിലെ എന്തൊക്കെയോ സീഡുകളൊക്കെ വാരി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ ബോളുകളാക്കി എടുക്കും. ചെറിയ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ബോളാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബോളാകുന്ന സമയത്ത് കുറച്ച് നെയ്യ് വേണമെങ്കിൽ കൈ തടകാം കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രൈ ചെയ്യുന്നത് നെയ്യിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ അത്രയും അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നെയ്യ് തടകിയിട്ട് നമുക്ക് ബോളാക്കി എടുക്കാം. നമ്മുടെ ലഡു ഒക്കെ കുട്ടന്മാരൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ കിസ്മിസേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടിട്ടാണ് ഞാൻ കിസ്മിസ് ഇട്ടത്. നിങ്ങളുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടാവുന്നതാണ്. എന്ന് വെച്ചാൽ കാഷ്യൂ, ബദാം അതൊക്കെ ക്രഷ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ ബോൾസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, വളരെ ഈസി അല്ലേ. അപ്പോൾ വിനായക ചതുർത്ഥി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്തോളൂ. ഒരു കപ്പ് കടലപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് ലഡു. എൻ്റെ കൈയൊക്കെ അതാ ചുമന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ബോളാക്കി എടുത്ത കേട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. നമ്മുടെ നാട്ടിലൊന്നും വലിയ സെലിബ്രേഷൻ ഇല്ല എങ്കിൽ തന്നെയും നോർത്ത് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ആകെ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ സ്വീറ്റ്സൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും അങ്ങനെ സ്വീറ്റ്സൊന്നും അങ്ങനെ എനിക്കൊന്ന് ഹൽവയും ജിലേബിയും ലഡുവൊക്കെ ഉള്ളൂ. അല്ല കൂടുതലും ഇവിടെ കൂടുതലും ബർഫികളാണ് കേട്ടോ. ദീപാവലി വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ബർഫികളാണ്. എൻ്റെ ഈ ഇതിൽ തന്നെ കുറേ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുക. റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ മോത്തിച്ചൂർ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ലഡുവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. നല്ല അടിപൊളി ലഡു ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ലഡു കുട്ടന്മാരോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെയും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. ഓക്കെ, ബായ്.